Ready? 1, 2, 3. Happy New Year! Hi guys, wish you all a very happy New Year. തുടക്കം തന്നെ പറയാളെ 2026 അടിപൊളി ഇയർ ആവട്ടെ. ആരോഗ്യമായിട്ടും സന്തോഷകരമായിട്ടും സാമ്പത്തികമായിട്ടും എല്ലാവർക്കും അടിപൊളി ആവട്ടെ. വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളും നടക്കട്ടെ. സോ വെൽക്കം ടു അവർ ന്യൂ ഇയർ വ്ളോഗ്. അപ്പൊ പ്രിയ, ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി 2026. എന്റെ ഇത് പ്രകാരം എനിക്ക് ഹെൽത്ത് വൈസ് നന്നായിരിക്കണം എന്നാണ് എന്റെ ഒരു ആഗ്രഹം. ഹെൽത്തും വെൽത്തും സന്തോഷവും എല്ലാം കൊണ്ടും എല്ലാവർക്കും അടിപൊളിയാണ്. അപ്പൊ അതെ, പ്രിയയും വേദും ബ്ലാക്ക്, ഞാൻ വൈറ്റ് ആണ്. നമ്മള് കുറെ സ്ട്രീറ്റിലും അങ്ങനെയൊക്കെ പോയി പാർട്ടി ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പാർട്ടി ഇല്ല, പക്ഷെ നമുക്ക് പ്രിയയുടെ ഹെൽത്ത് സിറ്റുവേഷൻ കൺസിഡർ ചെയ്ത് ഹോട്ടലിൽ തന്നെ ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. ഭാഗ്യത്തിന് ഇവിടെ നല്ലൊരു സെലിബ്രേഷൻ ഉണ്ട്. സോ നമുക്ക് നേരെ താഴത്തേക്ക് പോയി നമ്മുടെ ന്യൂ ഇയർ ആഘോഷങ്ങൾ തുടങ്ങാം. ഞാൻ ആക്ച്വലി നേരത്തെ പ്ലാൻ ചെയ്ത് കറക്റ്റ് ഡ്രസ് ഒക്കെ എടുത്തു. അതങ്ങനെയാണല്ലോ. എന്നോട് വീട്ടിലുള്ളപ്പോ പറഞ്ഞു ഞാൻ ന്യൂ ഇയർ എന്താന്ന് പരിപാടി എന്ന് വെച്ച് പറഞ്ഞു സ്ട്രീറ്റിലാണ്. ഇതോ സ്ട്രീറ്റിലേക്ക് ഇടാൻ വേണ്ടി എടുത്താണ്. അപ്പൊ ഇത് ഒരു ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ 2026 കുറെ സർപ്രൈസസും ഗിഫ്റ്റും കാണും. സോ വൈറ്റ് ഇടുന്നതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പീസ് വേണം. അതുകൊണ്ടാണ് 2026 സമാധാനത്തിനും സർപ്രൈസസും വേണ്ടിയുള്ള ഡ്രസ്. അപ്പൊ 2025 പീസ് ഉണ്ടായിരുന്നില്ല. ഭയങ്കര മോശമായിരുന്നു 2025. ഞാനാണോ പീസ് തരുന്നത്? അതായിരിക്കുമല്ലോ. വൈറ്റ് ടീഷർട്ട് ഇടാം, പിന്നെ അത് സ്നോഡ് കളറാ, പിന്നെ അപ്പൊ വൈറ്റ് ഷോർട്സ് ഇടാം, പിന്നെ അതും സ്നോഡ് കളറാ, പിന്നെ അപ്പൊ വൈറ്റ് ചെക്ക് ഇടാം, പിന്നെ അതും സ്നോഡ് തീമാ, പിന്നെ അപ്പൊ ഗിഫ്റ്റ് ഇടാം, പിന്നെ അതും ക്രിസ്മസിന് മാത്രം ഗിഫ്റ്റ്. അപ്പൊ അപ്പ വീടും അമ്മ സെയിം പിന്നെ അപ്പ സ്നോഡ്. ആഹാ, ഓൾറെഡി റൂമിൽ എന്ത് സൗകര്യ. റൂമിൽ നിന്ന് ഇറങ്ങി താഴെ തന്നെയാണ് പാർട്ടി വരുന്നത്. എന്തൊക്കെയാ സംഭവം? ഫുഡാണെന്ന് ഒന്ന് മുഖ്യം കേട്ടാ. മെയിൻ ഫുഡ്. എല്ലാ ന്യൂ ഇയർ ഇങ്ങനെ ആഘോഷിച്ചു. നമ്മൾ ഫസ്റ്റ് ടൈം, നമ്മൾ ഇതുവരെ ഒരു ഹോട്ടലിൽ പോയി ന്യൂ ഇയർ ആഘോഷിച്ചിട്ടില്ല. എന്റെ ലൈഫിൽ ആഘോഷിച്ചിട്ടില്ല. ഞാൻ ആഘോഷിച്ചിട്ടുണ്ട്. ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ആദ്യമേ അതെ വെൽക്കം ഡ്രിങ്ക്സ് ഉണ്ട്. ഞാൻ ഫുഡിന്റെ കുറച്ച് വീഡിയോസ് എടുക്കട്ടെ. പിന്നെ അതെ കുറച്ച് അടിപൊളി വൈൻസ് ഉണ്ട്, ഷാംപെയിൻസ് ഉണ്ട്. ഭയങ്കര സ്പ്രെഡാണ് കേട്ടോ. അപ്പോൾ ഈ ഹാം, ചീസ്, പല ടൈപ്പ് ചീസുകളുണ്ട്. ഇതൊക്കെ സ്റ്റാർട്ടേഴ്സ് ആയിരിക്കും. സാൽമൺ, എന്തോരം സംഭവങ്ങളാണ് നോക്ക്. ഡെസേർട്സ്, ഓ ഇത് കേക്ക്സ്, സ്ട്രോബെറി ടാർട്സ്, പല ടൈപ്പിലുള്ള കിഡിലും ഡെസേർട്സ് ഉണ്ട്. ഈ സൈഡിലും കുറേ ഡെസേർട്സ്, ചോക്ലേറ്റിന്റെയും സ്ട്രോബെറി ഫോണ്ടിയോ, ചോക്ലേറ്റ് ഫൗണ്ടൻ വരെ ഉണ്ട്. ഫുഡ് എന്തായാലും ന്യൂ ഇയറിന് അടിപൊളിയായിരിക്കും. ഐസ്ക്രീംസ് ഉണ്ട്. ആൻഡ് ദെൻ യു ഹാവ് ഫ്രഞ്ച് ഫ്രൈസ്, ചിക്കൻ ഫിംഗേഴ്സ്, പിസ്സ, പിന്നെ ഞങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ജാപ്പനീസ് ഫുഡ് ഉണ്ട്. ഇതുപോലത്തെ കുറച്ച് സഷിമീസും റോ ഫിഷസ് ഉണ്ട്, എല്ലാ സൂഷീസ് ഉണ്ട്. സോ ഞാൻ, പ്രിയ, വേദു എല്ലാവരും ഹാപ്പി ആയിരിക്കും. ഓ ഇൻക്ലൂഡിങ് സ്നെയിലും ഉണ്ട്, ഓയിസ്റ്റേഴ്സും ഉണ്ട്. ഇത് ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് മീലാണ്. എന്തൊരു സെറ്റിംഗ് ആണ്. എൻ്റെ ഏറ്റവും ലക്ഷറിയസ് ന്യൂ ഇയർ ഇത് തന്നെയാണ്. ടേബിൾ ക്ലോത്തില് ബോയും ഫ്ലോറൽ ഡെക്കറേഷനും നല്ല കിട്ടിനെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഫുഡ് ഐ ഹാവ് നെവർ സീൻ സംതിങ് ലൈക്ക് ദിസ്. ഫുഡ് കണ്ടാ വരുന്ന വഴിക്ക് എന്തോരം ഉണ്ട്. പോർക്ക് കണ്ടിരിക്കുന്നത്. ഇത് കഴിക്കണമെങ്കിൽ ഇന്ന് ഫുൾ ഡേ പട്ടിണിയായിരിക്കും. 10 മണി വരെ ഉള്ളു കേട്ടാ. ന്യൂ ഇയർ തുടങ്ങാം. ആൾക്കാർ വരുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ഫുഡിന്റെ സ്പ്രെഡ് കാണിച്ചു തരാവേ. സോ കുറച്ച് ലോങ് ആയിരിക്കും. താല്പര്യമില്ലാത്ത ഒരു 2 മിനിറ്റ് സ്കിപ്പ് ചെയ്തോ. യു ഹാവ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ദിസ് ഫൊക്കാഷ്യ ബ്രെഡ്. ലുക്ക് അറ്റ് ദിസ് അമേസിംഗ് മട്ടൺ ചോപ്പ്. ലാമ്പിന്റെ ഒക്കെ ഫാറ്റ് നോക്കിക്കഴിഞ്ഞാൽ then you have some amazing crispy pork. Oh my god. Thank you Ara. കണ്ടാ പ്ലസ് ചെയ്ത് കണ്ടാ. ഹാപ്പി ന്യൂ ഇയർ. എന്താ ഫുഡ്. ആൻഡ് ദെൻ യു ഹാവ് സം അമേസിംഗ് ഓൺ ഫിഷ് ആണ്, ബട്ട് വിത്ത് ചീസ് ആണ്. baked fish. മെയിൻ ഡിംസംസ് ആണ്. സോ യു ഹാവ് 4 different kinds of dimsums. നോക്ക്, പ്രോൺസും ക്രാബിന്റെ ഒക്കെ. വെളിയിൽ സൂഷി ഉണ്ടറിയോ?
കിട്ടില്ല സൂഷി. വിയറ്റ്നാമീസ് ഫുഡൊക്കെ വേണമെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ട് വിയറ്റ്നാമീസ് ഫുഡും എല്ലാം സൂപ്പും ഒക്കെ പ്രിപ്പയർ ചെയ്ത് തരും. ആൻഡ് ദെൻ യു ഹാവ് ദീസ് പാൻകേക്സ് പോലത്തെ സംഭവങ്ങളുണ്ട്. ടർക്കി അല്ല, ചിക്കൻ ഉണ്ട്, നൂഡിൽസ് ഉണ്ട്, പിന്നെ പല ടൈപ്പ് ഓഫ് ഇവരുടെ ഫുഡുകളാണ്. ഇതൊന്നും അല്ല ഇമ്പോർട്ടന്റ്, മെയിൻ അവർ ഗ്രിൽസും സൂഷീസ് ഒക്കെയാണ്. ഇല്ല പ്രിയ, വെളിയിലുണ്ടെങ്കിൽ സ്റ്റേഷൻസ് വെളിയിൽ നോക്ക്. ദൈവം, ഇത് എവിടെയൊക്കെ ഉണ്ട് ഇപ്പോ? പൊളിക്കും നമ്മളിന്ന്. 2 കിലോ കൂടിയിട്ട് 2026 പോവുള്ളൂ. ഫുൾ മീറ്റ് ആണ്. സോ ഒക്ടോപ്പസ് ഉണ്ട്, ഗ്രിൽഡ് ബീഫ് സ്റ്റേക്ക് ഉണ്ട്. ഫുഡിന്റെ കളി നോക്കി, ഇതൊക്കെ അവര് ഫ്രഷ് ആയിട്ട് ഗ്രിൽ ചെയ്ത് തരുവേ. ടൈഗർ പ്രോൺസ്, ഫിഷ്, കരിമീൻ പോലത്തെ, പിന്നെ ഓയിസ്റ്റേഴ്സ്, വേറെ ഗ്രിൽഡ് ബീഫ്, അല്ല മുട്ടൻ, ചെമ്മീൻ, ഓയിസ്റ്റേഴ്സ് വിത്ത് ചീസ്, പോർക്ക് റിബ്സ്. പ്രിയ അതും ഉണ്ട് കേട്ടാ, നല്ല പോർക്ക് റിബ്സ്. ദെൻ കുറെ ഗ്രിൽഡ് ഫിഷ്. നമ്മളെ 25-ാം തീയതി കഴിച്ച് 26-ാം തീയതി വരെ എത്തും. 26-ാം തീയതി അല്ല, 26-ാം തീയതി തീരൂല. അതെ. ടൈം എവർ ഇനി ബിലീവ് ഇറ്റ്, ഇത്രയും വലിയൊരു ഫുഡി ആയിട്ട് ഞാൻ ഇതുവരെ ലോബ്സ്റ്റർ കഴിച്ചിട്ടില്ല. ഞാൻ കഴിച്ചിട്ടില്ല. നമ്മളല്ലേ ബാങ്കോക്ക് ഫുക്കറ്റ് പോയപ്പോ കഴിച്ചേ? പ്രോൺസാ, ജംബോ പ്രോൺസാ. ആണോ? ഫസ്റ്റ് ടൈം ലോബ്സ്റ്റർ അപ്പൊ ഞാനും ഫസ്റ്റ് ടൈം ആയിരിക്കും. അപ്പൊ ഞങ്ങളുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ന്യൂ ഇയറിന് തന്നെയാണ്. ഇത് എന്റെ സൂഷി പ്ലേറ്റ് നോക്ക്. എന്താ ഇത്? ബാക്കിയുള്ള സാധനങ്ങൾ കഴിക്കണ്ടേ? കഴിക്കണം, എല്ലാത്തിന്റെ 2 വെച്ച് എടുക്കും. എന്തിനാ കളയണം? നമ്മുടെ ചെമ്മീനില്ലേ, അതിന്റെ കാട്ടി കുറച്ചുകൂടെ മധുരമുള്ള വേർഷൻ, ബട്ട് സോ മച്ച് ഓഫ് മീറ്റ്. കുറച്ച് എനിക്ക് തന്ന പ്ലേറ്റ് ഇതല്ലേ, ഇത് ഫുൾ എടുത്തോ. ഓ, ഹാപ്പി ന്യൂ ഇയർ, റിയലി ഹാപ്പി. എന്തൊരു ജ്യൂസി ഒന്നറിയോ ഇതില്. ഞാൻ പോർക്ക് എടുത്തില്ല കേട്ടോ, പോർക്ക് സെപ്പറേറ്റ് എടുക്കാന്ന് വിചാരിച്ചു. ഇത് ബീഫ്, ഇത് മറ്റേ ബേക്ക്ഡ് ഫിഷ്, ഇത് ലാംപ്. എന്നാ ഒന്നും തന്നില്ല എന്ന് വേണ്ട, ഐശ്വര്യത്തോടെ ബീഫ് തുടങ്ങിക്കാം. ബീഫ് റിബാണ്, ബീഫ് റിബ്. ഇവിടെ അതൊക്കെ പറ്റുള്ളൂ ഇപ്പൊ. ലോബ്സ്റ്ററിന്റെ കണ്ടീഷൻ നോക്ക്, അടിപൊളിയല്ലേ പ്രിയ? അപ്പൊ ബീഫ് റിബിന് അപ്രൂവൽ. അതെ, കൂടുതൽ ഡിസ്ക്രിപ്ഷൻ ഞാൻ തരുന്നില്ല, ഞാൻ മട്ടൻ കഴിക്കട്ടെ. എന്തൊരു ഗോർജിയസ് അല്ലേ മട്ടനൊക്കെ. പിന്നെ അവര് അത്രയും നേരമായിട്ട് റോസ്റ്റ് ചെയ്യുന്നതല്ലേ, പ്രൈം റിബ് അത്. ഇത് മട്ടൻ. മട്ടന് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഒരു മട്ടന്റെ സ്മെല്ല് വരുന്നുണ്ട്. നമ്മൾ ഈ ഗൾഫുകാർക്ക് പാകിസ്ഥാനി മട്ടനൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ ഒരു ഭയങ്കര സ്ട്രോങ് സ്മെല്ലുണ്ട്. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അതുകൊണ്ട് എനിക്ക് ഇത്രയും സ്ട്രോങ് സ്മെൽ ഇഷ്ടമല്ല. അതുകൊണ്ട് മട്ടൻ ഞാൻ എടുക്കുന്നില്ല. ഇത് ഫിഷ് ബേക്ക് ചെയ്തിട്ട് കുറച്ച് വൈറ്റ് സോസ് ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നോക്കട്ടെ, ഓൾമോസ്റ്റ് ഒരു മാക്ക് ആൻഡ് ചീസ് പോലെ ഉണ്ട്. ഓ യം യം, ഭയങ്കര ഒരു ചീസി ബേക്ക് ഫിഷ് പോലെ. ഫിഷ് സോ സോഫ്റ്റ്. സത്യം കേട്ടോ, ഞാൻ ഇങ്ങനത്തെ ഒരു വെറൈറ്റി ആക്ച്വലി ഞാൻ ഇന്നെങ്ങാട്ടി നല്ല ബുഫേ കഴിച്ചിട്ടുണ്ട് തായ്ലൻഡിൽ. ഞാൻ ഒറ്റയ്ക്ക് പോയപ്പോ അത് ഇതിന്റെ വേറെ ലെവലാട്ടാ. ബീഫ് സ്റ്റേക്ക്, ഇതൊക്കെ സ്റ്റേക്ക്, പോർക്ക് റിബ്സ്, ഇതാ സക്ലിംഗ് പിഗ്, ചിക്കൻ വിങ്സ്. പോർക്ക് നോക്കട്ടെ കേട്ടോ. ഞാൻ അവരോട് വിത്ത് സ്കിന്റെ ഈ ഒരു ക്രിസ്പി സ്കിന്നും വെച്ച് പോർക്ക് തരാനാണ് പറഞ്ഞത്. വഴക്കടിച്ചു വാങ്ങിയതാണ്, ഭയങ്കര ഡിമാൻഡ് അതിന്. Best meat, nice roasted, crispy, fatty, juicy, yummy it is, yummy. ആ സ്കിൻ ഭയങ്കര ക്രിസ്പ് ആയിട്ടുണ്ട്. പിന്നെ ചിക്കൻ വിങ്സ്, ബീഫ് കണ്ട, ഗ്രിൽഡ് ബീഫ്. ഓ, ഈ വിയറ്റ്നാമിലും നമ്മുടെ നാട്ടിലൊക്കെ കിട്ടും. നാട്ടിലും വെളിയിൽ പോയി കഴിഞ്ഞാൽ എവിടെ പോയാലും സ്റ്റേക്കിന് ഭയങ്കര ടേസ്റ്റാണ്. ക്രിപ്സ് ക്രിപ്സ് പോലെ തന്നെ, പക്ഷെ ഫുൾ ആയിട്ടുള്ള ക്രിപ്സ് അല്ല, ചെറിയൊരു പീസാ. ബട്ട് ഓൾ ദ മീറ്റ്സ് ആർ ടേസ്റ്റി. അവര്
കുക്ക് ചെയ്ത് കുറെ കൊണ്ടുപോയി തള്ളുന്നുമില്ല. അതാണ് ഇതിന്റെ മെയിൻ ഒരു അഡ്വാൻറ്റേജ്. എല്ലാത്തും ഭയങ്കര ടേസ്റ്റ് വരുന്നത്. ഈ ചെമ്മീനും സംഭവങ്ങളൊക്കെ എടുക്കാറുണ്ട്, ഫിഷൊക്കെ. പരിപാടികൾ നടക്കുന്നത് നമ്മളിവിടെ നിന്ന് ഫുഡ് അടി മാത്രം. നമ്മുടെ പരിപാടി നോക്ക്, എടുത്തുകൊണ്ട് വന്നിരിക്കുന്ന പ്രോൺസ്. അവിടെ മാജിക് ഷോയും ഡാൻസ് ഒക്കെയാ കണ്ടേ. ഓക്കെ, ഇതേ കഴിച്ചു നോക്ക്. പ്രിയനോട് പറയാം അവിടെ പോയി നിൽക്കാൻ. ലക്കി ഡ്രോ നടന്നു ഇപ്പൊ ഗിഫ്റ്റ് കിട്ടും പോകുന്ന പോലെ. ഭാഗ്യം എന്ന് പറഞ്ഞ സാധനം അടുത്തൂടെ പോകാത്ത വരാ രണ്ടുപേരും. എന്നാലും ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് ഗിഫ്റ്റും ലോട്ടറിയും അങ്ങനത്തെ കാര്യങ്ങൾ എനിക്ക് ലോട്ടറി അടിച്ചിട്ടുണ്ട്. ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്. ഇതേ പണ്ട് നമ്മൾ കഴിച്ചിട്ടുണ്ട്. ആരാ തന്നേന്നറിയോ? കഴിച്ചു നോക്ക്. ആ കഴിച്ചു നോക്ക്. അനു ഇന്ദ്രൻ ആംസ്റ്റർഡാമിൽ നിന്ന് കൊണ്ടുവന്ന് ഓർമ്മയുണ്ട് ഒരു ചീസ്, സ്മോക്ക് ചീസ്. അതാണത്. അടിപൊളിയല്ലേ? ഭയങ്കര ഫ്ലേവർ കേട്ടോ, ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഇത് പാർമ സ്പാനിഷ് ഹാം ആണ്. നമ്മൾ ആക്ച്വലി ഈ ക്രാംബെറീസ്, വാൾനട്ട്, ചീസ് ഇത് മൂന്നും വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. എന്ത് നോക്കണം? ആ പാട്ട വേദു ആയിട്ടില്ല. പാട്ട കേക്കണോ? പാവം മറ്റേ ആ മമ്മിയൊന്നും പ്രിയക്ക് ഇങ്ങനത്തെ നല്ല ഭക്ഷണമൊന്നും കൊടുത്തിട്ടില്ല. ഇതൊക്കെ പ്രിയ ഇപ്പോഴാണ് അനുഭവിക്കുന്നത്. എന്താ മമ്മി ഇത്? പ്രിയക്ക് മറ്റേ വയറുയോഗ്യം, ഭക്ഷണയോഗം എന്റെ കൂടെ ചേർന്ന പിന്നെയാ. നല്ല യോഗമായതുകൊണ്ടാ. ചോറും സാമ്പാറും കഴിച്ച് ജീവിച്ചിരുന്ന ആളാ. ഇപ്പൊ നോക്ക്, ഫ്രീ ചീസ്, വാൾനട്ട്സ് ആൻഡ് ക്രാംബെറീസ്, പോർക്ക് റിബ്സ്, ഒക്ടോബസ്, ഷാർക്ക്. പിന്നെ നമ്മള് ഷാർക്ക് ഫ്രൈ ഒക്കെ കഴിച്ചിട്ടുണ്ട്. എത്ര ആണോ? പല ആണോ കഴിച്ചിട്ടുണ്ട്. എല്ലില്ല, ഭയങ്കര ടേസ്റ്റ് ആന്നൊക്കെ പറഞ്ഞിട്ട്, ബോണില്ല, ഭയങ്കര ടേസ്റ്റ് ആന്നൊക്കെ പറഞ്ഞ് കൊറേ കഴിച്ചിട്ടുണ്ട്. അതൊക്കെ കഴിച്ചിട്ടുണ്ട്. എല്ലാ സ്ക്വിഡ് ഒക്കെ പിന്നെ സ്ഥിരം കഴിക്കുന്നതാണല്ലോ. എല്ലാം കഴിക്കും പ്രിയ. ബീഫിന്റെ ടങ്ക്, പ്രാന്തം, മൂത്ത എല്ലാ പ്രോട്ടീനും എടുത്ത് കഴിച്ചിട്ട് വയറ് ഫുള്ളായി. ഇപ്പൊ ലാസ്റ്റ് കഴിക്കുന്ന എന്താണെന്നറിയോ? സൂപ്പ്. പക്ഷെ ഈ സൂപ്പ് ഒരു വേണ്ടെന്ന് അറിയാം, എന്നാൽ ഒരു സ്പൂൺ എടുത്താ. ഞാൻ ന്യൂ ഇയറിന് എന്തെങ്കിലും തരുമ്പോ ഒന്നും റിജക്ട് ചെയ്യാൻ പാടില്ല. അങ്ങനെ ആയിരിക്കണം ഈ ന്യൂ ഇയർ. ഒറ്റ സ്പൂൺ മതി. അടി വന്നാലും കൈ മറ്റേ 2 കൈ നീട്ടി വാങ്ങുക. അല്ല, ഇനി 26-ാം തീയതി തുടങ്ങി 26 തന്നെ 2026. എന്റെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി എന്ത് നമ്മൾ കിട്ടണോ അതിന് 2 എണ്ണം തിരിച്ചങ്ങോട്ട് കൊടുക്കും. ഉറപ്പാണല്ലോ. അപ്പൊ ഈ വർഷം എന്തെങ്കിലും ഞാൻ അങ്ങോട്ട് തന്ന എനിക്ക് 2 എണ്ണം തിരിച്ചു തരണം. അടിയല്ല, എല്ലാം ഗിഫ്റ്റ് ഒന്നുമില്ല. ഒരു 2 എണ്ണം തരാമല്ലേ ഇപ്പൊ ഗിഫ്റ്റ്. അടിയുടെ കാര്യത്തില് ഒരടിക്ക് 2 എണ്ണം തിരിച്ചങ്ങോട്ട്. അന്ന സൂപ്പ് കുടിക്കേ. എന്ത് സൂപ്പാന്ന് അറിയോ? കുടിച്ചു നോക്ക്. ഇതായിരുന്നു ഫസ്റ്റ് തുടങ്ങണ്ടേ. കുടിച്ചു നോക്ക്. വലിയ ചൂടൊന്നുമില്ല. ലോബ്സ്റ്റർ അടിപൊളി ടേസ്റ്റ് അല്ലേ? ഇതിനായിരുന്നു തുടങ്ങണ്ടേ. റൈസ് കിട്ടത്തില്ല. ഇതിപ്പോ സത്യം പറയുകയാണല്ലോ, പ്രിയ ആണ് എന്നെ കാട്ടി കഴിക്കുന്നത്. പിന്നെ ഉറപ്പത്. ഞാൻ ഐ ഡോണ്ട് ഈറ്റ് ആസ് മച്ച് ആസ് യു. മരുന്ന് കഴിക്കുന്നോണ്ട് വിശപ്പാണ്, ഭയങ്കര വിശപ്പ്. 6 നേരം വിശപ്പ്. എന്നിട്ട് ഓരോ നേരം എന്നെ കാട്ടി കൂടുതൽ കഴിക്കും. പിന്നെ എനിക്ക് 5 ക്രോസന്റ് ഒന്നും കഴിക്കാനൊന്നും പറ്റില്ല. എന്തോന്ന് ഇത്? എന്നും പറഞ്ഞു ഞാൻ ആ കൂടെ 4 ഡെസേർട്ട് എടുത്തു. ഇപ്പൊ പ്രിയ വരുമ്പോ നോക്കിക്കോ പ്രിയയുടെ പ്ലേറ്റ്. ഇത് ചീസ് കേക്ക്, ഒരു ചോക്ലേറ്റ് ക്രഞ്ച് കേക്ക്, ഒരു കോഫി കേക്ക്, പിന്നെ ഒരു ഗ്രാൻഡ് മെർക്യൂർ സ്പെഷ്യൽ കേക്ക്. എനിക്ക് ഇതാണ് ഇവിടെ ഏറ്റവും നമ്പർ 1 ആയി തോന്നിയത്. ഒരു ചോക്ലേറ്റ് ക്രഞ്ച് മൂസ് ആണ്. ഡാർക്ക് ചോക്ലേറ്റ് ആൻഡ് മിൽക്ക് ചോക്ലേറ്റ് വിത്ത് ഒരു ബിസ്ക്കറ്റ് ബേസ്. അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും 2025 ലാസ്റ്റ് ഡിന്നർ ഒരിക്കലും മറക്കാത്തൊരു ഡിന്നറായിരിക്കും. മിക്കവാറും ഭാഗ്യവും കാണും കൊണ്ടാ. സ്വർണം വരെ ഉണ്ട് എന്റെ ഡെസേർട്ടിൽ പ്രിയ. നോക്ക്, അങ്ങനെയെങ്കിലും കുറച്ച് സ്വർണം കിട്ടട്ടെ. ലക്കി ഡ്രോ ഒക്കെ സ്വർണം കിട്ടിയല്ലോ. അതെ, നോക്ക്, ആ ഗോൾഡ് ഫോയിൽ തന്നെ നമുക്ക് ആദ്യമേ എടുത്ത് കഴിക്കാം. 2025 മീൽ അവസാനിക്കുന്നത് ഗോൾഡ് ഫോയിലിൽ കൂടെ. നാളത്തേക്ക് ബുഫേ. അതാണ് ന്യൂ ഇയർ ഗിഫ്റ്റ് 2 പേർക്ക്. ഇനി ബുഫേ വേണം. എനിക്ക് 2 ദിവസത്തേക്ക് ഫുഡ് വേണം. ഞാൻ 1-ാം തീയതി നാളെ ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പോകും.
എന്താ കഞ്ഞിയാണോ? മറ്റേ കഞ്ഞിയും പയറും. മഞ്ജു വരെ കുറച്ച് കഞ്ഞി എടുക്കട്ടെ എന്ന്. രാവിലെ 1 ജനുവരി കുറച്ച് കഞ്ഞി തരുമോ? ഇതാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായല്ലോ പ്രിയ മോഹന്? മനസ്സിലായല്ലോ പ്രിയ മോഹന്? എന്താ ഞാൻ പ്ലേറ്റ് കാണിക്കട്ടെ. മമ്മി ഡാഡി പ്രിയ കഴിക്കുന്നുണ്ടല്ലോ. നീ ദില്ലോ കഴിപ്പിക്കുന്നേന്ന് പറയരുത് കേട്ടോ. നോക്കിക്കേത്. ഞാൻ എന്റെ അടുത്ത വർഷം നല്ലതാവാൻ വേണ്ടി കഴിക്കുന്നു. അതെ അത് ഇതുപോലെ കളർഫുൾ ആയിരിക്കണം എന്റെ ഇയർ നെക്സ്റ്റ് ഇയർ. പ്രിയ ഏറ്റവും ഹൈലൈറ്റ് മിസ് ചെയ്തു. സ്ട്രോബെറി വിത്ത് ഡാർക്ക് ചോക്ലേറ്റ് എടുത്തില്ലല്ലോ. ഇതിന്ന് എടുക്കാൻ നിൽക്കണ്ട. നമ്മള് ഷെയറിംഗ് ഈസ് കെയറിംഗ്. ഞാൻ അത്രയും കുറച്ച് കെയർ ചെയ്തോളാം. ഇത് കുറച്ചേരം ഇരുന്നതിന്റെ ഹാർഡും ആയി ചോക്ലേറ്റ്. അപ്പൊ കഴിക്കുമ്പോ ഒരു ക്രിസ്പിനെസ് പോലെ വരും. ഒരു കോട്ട എടുത്തോണ്ട് വരാറുന്നില്ലേ? എന്തിനാ നമുക്ക് നമ്മൾ തന്നെ വലിച്ചെടുക്കണം അറിയോ? ഞാൻ വലിച്ചു. എന്നിട്ട് ചെടി നമ്മൾ തന്നെ കളഞ്ഞിട്ട് നമ്മൾ തന്നെ മുക്കണം. ഞാൻ വലിച്ചപ്പോ സ്ട്രോബെറി മാത്രമേ വന്നോളൂ. പിന്നെന്താ വരണ്ടേ? അത് കുത്താനുള്ള സാധനം വന്നില്ല. അത് ഫോർക്കിലാ കുത്തി എടുക്കണ്ടേ? പ്രിയ മോഹന് പോ പ്രിയ പോ. കിട്ടില്ല അല്ലെങ്കിൽ വിളിച്ചു. പിന്നെ എന്താ പ്രിയ വേണ്ടേ? വേണ്ട, യു ഗോട്ട് ഇറ്റ്. എനിക്ക് എങ്ങനെ പ്രിയ മോഹൻ വിളിച്ച ഞാൻ പോന്നേ? ഗിഫ്റ്റ് ന്യൂ ഇയർ ആയിട്ട് വെറുതെ പറ്റിക്കല്ല. അവിടെ അത്ര ഇരിക്കുമ്പോ എന്തിനാ എന്റെ പ്ലേറ്റിൽ നിന്ന് വലിച്ചെടുക്കുന്നത്? ഞാൻ ഇത് നിറച്ചുകൊണ്ട് വരും. അപ്പുറത്ത് വീഡിയോ എടുക്കാൻ പോകുമ്പോഴേക്കും പ്രിയ എടുത്ത് കഴിക്കും. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത് കേട്ടാ. മമ്മിയുടെ മോള് കൈവിട്ടു പോയി. എന്നെ ബ്ലെയിം ചെയ്യരുത്. ഒരു ഗിഫ്റ്റ് കിട്ടി, ഒരു പയ്യനാ. ഫയർ വർക്ക്സ്. എവിടെ എന്താ പോവാത്തെ? അപ്പൊ ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. അങ്ങനെ ഹോട്ടലിന്റെ വെളിയിൽ പോവാതെ എല്ലാം സാധിച്ചു അല്ലെ? ഫുഡ്, പാട്ട്, പടക്കം എല്ലാം. അടുത്ത വർഷം വിൽ ബി ഹെൽത്തിയസ്റ്റ് ഇയർ എവർ. അടുത്ത വർഷം ന്യൂ ഇയർ നമ്മൾ സ്ട്രീറ്റിൽ പാർക്ക് ചെയ്യും, ഡാൻസ് ചെയ്യും എവിടെയെങ്കിലും. അങ്ങനെ ന്യൂ ഇയറും കഴിഞ്ഞു. സ്ട്രീറ്റിൽ പോണോ? വേണ്ട അല്ലേ? പോണോ? തിരക്കായിരിക്കും. എനിക്ക് ആരെങ്കിലും ഒന്നും ഇടാവുന്ന പേടിയാ പ്രിയനെ. ഭയങ്കര തിരക്കാവാൻ സാധ്യത. കഴിഞ്ഞ തവണ ന്യൂ ഇയർ അല്ലേ, ഈ ഒരു എന്തോ ഫംഗ്ഷൻ ഉള്ള ടൈമിൽ ഞാനും അന്തും ജെഫ്രിനും കൂടെ പോയി. ജെഫ്രിന്റെ ഉന്തി താഴെ ഇട്ടോ അവര് വിയറ്റ്നാമില്. അന്ന് എന്താ ഫയർ വർക്ക് ഫെസ്റ്റിവൽ അങ്ങനെ എന്തോ ആയിരുന്നു ഇതുപോലെ. ജെഫ്രി അന്തുവിനൊക്കെ വഴക്കൊക്കെ പറഞ്ഞു അന്ന്. ബഹളം കഴിഞ്ഞ് ഞങ്ങൾ നേരെ ലോഞ്ചിലേക്ക് വന്നു. കുറച്ച് ആശ്വാസത്തിന് വേണ്ടി, ഒരു സമാധാനത്തിന് വേണ്ടി. ഭയങ്കര ബഹളം താഴെ. ഞങ്ങൾക്ക് ഇപ്പൊ പീസ് ആൻഡ് കാമിന്റെ ആൾക്കാരാണ്. വയസ്സായില്ലേ? ഇതുമല്ല, ഞാൻ റെഡി. എപ്പോഴും പോയി സ്ട്രീറ്റിൽ പോയി 3 മണി വരെ പാർട്ടി ചെയ്യാൻ. ഞാനൊക്കെ റെഡിയോ? അയ്യോ, അതൊക്കെ ആരും പറഞ്ഞ ഒരു ഇന്ത്യയൊക്കെ കുടിച്ച് ഒരു വീട്ടിൽ വന്നിട്ടുണ്ട്. ഈ ഒരു വ്യൂ ഒക്കെ കണ്ട് ന്യൂ ഇയർ അവസാനിപ്പിക്കാം. വേദുവിന് എല്ലാ വർഷവും ക്രിസ്മസ് ഫാദർ ഗിഫ്റ്റ് കൊടുക്കുമെന്ന് പറഞ്ഞ് ഞങ്ങളൊരു ഗിഫ്റ്റ് വാങ്ങിച്ച് വച്ചിട്ടുണ്ട്. വേദുവിന് അറിയത്തില്ല. സർപ്രൈസ് ഗിഫ്റ്റാണ്. സാന്റാക്ലോസ് തരുന്നതാണ്. നല്ല കുട്ടികൾക്കാണെങ്കിൽ മാത്രമേ തരുള്ളൂ എന്ന് പറഞ്ഞ് വാങ്ങിച്ച് വെച്ചത്. ഇപ്പോൾ വേദു വരും കേട്ടോ. വേദുവിന് അറിയത്തില്ല. കൂടാതെ മകന് മാത്രമല്ല, അച്ഛനും ഒരു ഗിഫ്റ്റ് ഉണ്ട്. അതൊരു വൻ സർപ്രൈസ് ആയിരിക്കും ദില്ലുവിന്. ഇപ്പോൾ വേദു വരും കേട്ടോ ബെഡിൽ കിടക്കാൻ. അപ്പോൾ ഞാൻ ദില്ലുവിനെയും കൂടെ എങ്ങനെയെങ്കിലും കട്ടിൽ കയറ്റിയിട്ട് വേദുവിന് കൊടുക്കുന്ന സമയത്ത് ദില്ലുവിൻ്റെ ബർത്ത്ഡേക്ക് സത്യം പറഞ്ഞിട്ടാണ് ഗിഫ്റ്റൊന്നും കൊടുക്കില്ല. അപ്പോൾ ഞാനൊരു ഗിഫ്റ്റ് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അത് ഞാനിപ്പോൾ കൊടുക്കാൻ നിൽക്കുകയാണ്. നോക്കാം സർപ്രൈസ് ആവുമോ എന്തോ. ദൈവമേ, എന്താ ചെയ്യുന്നത്? കിടക്കാറായില്ലേ? വാ, 12 കഴിഞ്ഞിട്ട് വാ.
എന്താ അത്? എന്താ ഇത്? ഇതെന്താ ഇത്? ക്രിസ്മസ് ഫാദർ എപ്പോ വന്നു? അത് വേദുനാണോ? എനിക്ക് തോന്നുന്നു ക്രിസ്മസ് ഫാദർ നമ്മൾ കഴിക്കാൻ പോയപ്പോ കൊണ്ടുപോയി വെച്ചതാന്ന്. എന്താ എണീറ്റിരുന്നേ? നോക്ക്, ഏതോ എണീറ്റിരിക്കെ. Are you serious? Are you serious, വേദു? അപ്പൊ ഈ വേദു വർഷം മൊത്തം നല്ല ബോയായിരുന്നു. അതാണ് വേദുവിന് ഗിഫ്റ്റ് കിട്ടിയത് അല്ലേ? ആണോ? ആണോ? ഗുഡ് ബോയ് ആയിരുന്നോ? താങ്ക് യു ക്രിസ്മസ് ഫാദർ പറഞ്ഞ. താങ്ക് യു ഗോഡ് പറ. ഐ ലവ് യു ഗോഡ് പറ. I love you, God. I will be good boy for 1 year. 1 year only 1. എന്താ 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 എന്താ? നോക്കട്ടെ നോക്കട്ടെ. എന്താ ഇത്? നോക്കട്ടെ അമ്മ. മൈ ഗോഡ്. വാവ്. എങ്ങനെയത്? ഗോഡിനോട് ചോദിച്ചോ വേദു? സിനിമയായിരുന്നു ഇത്. വൺ ഓഫ് ഹർ ഫേവറേറ്റ്, ആക്ച്വലി മോസ്റ്റ് ഫേവറേറ്റ് ഒരു ആനിമേറ്റഡ് മൂവി വേദുവിന് ഇതായിരുന്നു. ഹി ലവ്ഡ് ദിസ് ടൂത്ത്ലെസ് ഡ്രാഗൺ. അത് തന്നെ വേദുവിന് കിട്ടി. ഡ്രാഗൺ ആസ് എ പ്രൊട്ടക്ടർ ഓഫ് കിഡ്സ് അല്ലേ ആ പടത്തില്. അതുപോലെ ഈ ഡ്രാഗൺ ആയിരിക്കും വേദുവിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. സൂപ്പർ. അങ്ങനെ ക്രിസ്മസ് ഫാദർ വേദുവിന് ന്യൂ ഇയറിന് ഗിഫ്റ്റ് കിട്ടി. വേറൊന്നും കൂടി ഉണ്ട്. അതെ, അത് അപ്പയ്ക്കൊരു ഗിഫ്റ്റ്, അപ്പയ്ക്കൊരു ഗിഫ്റ്റ്, അപ്പയ്ക്കൊരു ഗിഫ്റ്റ്, അപ്പയ്ക്കും വേണ്ടേ ഗിഫ്റ്റ് ന്യൂ ഇയറിന്? വേണ്ടേ? ഇത് സത്യം പറയാലോ, ബർത്ത്ഡേക്ക് ഞാൻ തരാൻ ഓർഡർ ചെയ്തതാ. പക്ഷെ അത് വന്നപ്പോൾ ലേറ്റായി. അങ്ങനെ ഇന്ന് അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ന്യൂ ഇയർ അടുക്കല്ലേ, അപ്പൊ ന്യൂ ഇയറിന് ഒന്നിച്ച് ഗിഫ്റ്റ് എന്താണെന്ന് നോക്ക. എന്താന്ന് അപ്പാട്ട് തുറക്കാൻ പറ. ചാം മാത്രം മതിയാ? You are not surprised? I am surprised that you are not surprised. പിന്നെന്താ അത്? പറയല്ലേ? തുറക്കണില്ലേ? കണ്ട ഇവന്റെ അടുത്ത് ഒന്നും പറയാൻ കൊള്ളത്തില്ല. ഇവനെല്ലാം കോളമാക്കും. ദില്ലു ഒട്ടും പ്രതീക്ഷയില്ല. ലുക്ക് അറ്റ് യുവർ ഫേസ്, യു നെവർ എക്സ്പെക്റ്റഡ്. നോ, അതാണ് അതാണ്. മെനി 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 ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. വേദു വേദു ഹാപ്പി ന്യൂ ഇയർ. അല്ല മമ്മായ ഒരു രക്ഷയില്ല കേട്ടോ. ഇതിന്റെ മണം തന്നെ ഉണ്ടല്ലോ. ഇന്ന് പ്രിയ വേദു അങ്ങോട്ട് പോയിക്കാം. എന്താ ഒന്ന് ഒറ്റയ്ക്ക് കെട്ടിപ്പിടിച്ച് കിടക്കല്ലേ? കെട്ടിപ്പിടിച്ച് കിടന്നോളെ. ആണോ? ഒരു രക്ഷയില്ല കേട്ടോ. തുറക്ക്. എല്ലാരും കാത്തിരിക്കുന്ന കാണാൻ. കൊള്ളാലോ. ഹൗസ് എ കളർ? ഇതാണല്ലോ ഞാൻ പറഞ്ഞത്. അതെ, കളർ കറക്റ്റ് അല്ലേ? ഇത് സത്യം പറയാനുണ്ടല്ലോ, ഇപ്പൊ ജൂലൈയിലല്ലേ ബർത്ത്ഡേ. 3 months എങ്കിലും എടുക്കും ആക്ച്വലി അത് കിട്ടാൻ പ്രോപ്പർലി ഓർഡർ ചെയ്ത്. അപ്പൊ നാളെ 1-ാം തീയതി ഇടുവോ? 1-ാം തീയതി ഇടും? വേണ്ട വേണ്ട, അഴുക്കാക്കണ്ട അഴുക്കാക്കണ്ട കേട്ടാ കേട്ടാ. അപ്പൊ ശരി. അപ്പൊ ഹാപ്പി ഈ വർഷം മൊത്തം ഇതുമാതിരി ഗിഫ്റ്റും കാര്യങ്ങളും സന്തോഷവും കാര്യങ്ങളൊക്കെ ആയിരിക്കട്ടെ. വിചാരിക്കാത്ത കാര്യങ്ങളാണ് നടന്നത്. അതെ, സോ എനിക്ക് ഇതിന്റെ അപ്പുറമായിരിക്കും ഇനി നടക്കാൻ പോകുന്നത്. അതെ. താങ്ക് യു സോ മച്ച്. ഇതൊന്ന് കാണിച്ചിട്ട് പോകാൻ സാധിച്ചാലോ? ആ, കട്ട് ചെയ്താ
Oh my god. ഇതിന്റെ കൂടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്തിന്റെ കൂടെ വേണമെങ്കിലും ഇടാം. ട്രൗസേഴ്സ് അല്ലെങ്കിൽ ജീൻസ്, ഫോർമൽസ്, സെമി ഫോർമൽസ്, ആൻഡ് ഇറ്റ് ഈസ് ഇൻക്രെഡിബ്ലി സോഫ്റ്റ്. ഞാൻ തൊട്ടിരിക്കുന്നതിൽ ഏറ്റവും സോഫ്റ്റസ്റ്റ് തിങ് ആക്ച്വലി പ്രിയയാണ്. Oh my god. മതി. അത്ര സോപ്പ് വേണ്ട. പ്രിയ നമ്പർ 2. സോപ്പ് വേണ്ട, മതി. ഇത് ഇപ്പൊ വാങ്ങിച്ചതിന്റെ സോപ്പാന്ന് എനിക്കറിയാം നന്നായിട്ട്. അതിന് എന്നെക്കാളും സോഫ്റ്റ് ആണ് ഇതെന്ന് എനിക്കറിയാം അല്ലേ? പക്ഷെ ഇത് യൂണിസെക്സ് ആണെങ്കിൽ എനിക്കും കൂടെ ഉപയോഗിക്കാം. അത് പറ്റില്ല. Okay, so guys, This is just ആ ബ്രാൻഡ് പേരും കൂടെ പറഞ്ഞു. Okay, so guys, once again happy new year. Wish you guys a great year. അടുത്തൊരു അടിപൊളി വ്ളോഗിൽ കാണാം. അതുവരെ stay healthy. Stay happy. ഇന്ന് ഉറങ്ങുവോ? Bye. സ്വപ്നം കണ്ടത് ഇരുട്ട് നടന്നതല്ലേ? അതെ. Bye.